രാവണന് 10 തലയുണ്ടായിരുന്നു. പക്ഷേ ഇത് ശരിക്കും സത്യമാണോ? അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ തെറ്റായി മനസ്സിലാക്കിയ ഒരു വലിയ രഹസ്യമുണ്ടോ? ഒരു മനുഷ്യന് 10 തല ഉണ്ടാകാൻ കഴിയുമോ? അല്ലെങ്കിൽ അത് മറ്റൊരു അർത്ഥം സൂചിപ്പിക്കുന്നതാണോ? ഈ വീഡിയോ അവസാനം വരെ കാണൂ. നിങ്ങൾ ഇതുവരെ കേട്ടതെല്ലാം മാറിപ്പോകും. രാമായണത്തിലെ ഏറ്റവും ശക്തനായ വില്ലൻ, ലങ്കയുടെ രാജാവ്, ശിവന്റെ ഭക്തൻ, ഇങ്ങനെയെല്ലാമാണ് നാം രാവണനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അവനെ നമ്മൾ എല്ലായ്പ്പോഴും ഒരു അസുരനായി മാത്രം കണ്ടിട്ടുണ്ട്. പക്ഷേ അവൻ അതിലധികമായിരുന്നു. ഒരു മഹാപണ്ഡിതൻ, ഒരു സംഗീതജ്ഞൻ, ഒരു മഹാതപസി. പക്ഷേ അവനെ ലോകമോർക്കുന്നത് ഒരു കാരണത്താലാണ്: അവന്റെ 10 തലകൾ. രാവണന്റെ യഥാർത്ഥ പേര് ദശഗ്രീവൻ എന്നായിരുന്നു. വിശ്രവ മഹർഷിയും കൈകേസി ദേവിയും അവന്റെ മാതാപിതാക്കളായിരുന്നു. ജനിച്ച നിമിഷം മുതൽ അവൻ സാധാരണ കുട്ടിയല്ലായിരുന്നു. അസാധാരണമായ ബുദ്ധി, അസാധാരണമായ ശക്തി. ചെറുപ്പം മുതൽ തന്നെ അവൻ ദൈവങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചു. അവനൊരു രാക്ഷസൻ മാത്രമല്ലായിരുന്നു, അവനൊരു ബ്രാഹ്മണനും കൂടിയായിരുന്നു. അവന്റെ ഏറ്റവും വലിയ ശക്തി ശിവഭക്തിയായിരുന്നു. അവൻ വർഷങ്ങളോളം കഠിനമായ തപസ് ചെയ്തു. അവൻ തന്റെ തലകൾ തന്നെ ഒന്നൊന്നായി അഗ്നിയിൽ സമർപ്പിച്ചു. 1, 2, 3 ഇങ്ങനെ 9 തലകൾ. അവസാനം 10ാമത്തെ തല സമർപ്പിക്കാൻ പോയപ്പോൾ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ പറഞ്ഞു, രാവണ, നിന്റെ ഭക്തി എന്നെ സന്തോഷിപ്പിച്ചു. അവൻ അവന്റെ എല്ലാ തലകളും തിരിച്ചു നൽകി. അവന് അസാധാരണമായ ശക്തി നൽകി. അതുകൊണ്ടാണ് അവനെ ദശാനന്ദൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇത് സത്യമാണോ? ഒരു മനുഷ്യന് 10 തല ഉണ്ടാകുമോ? ഇവിടെയാണ് ആ യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. 10 തലകളുടെ യഥാർത്ഥ അർത്ഥം. രാവണന്റെ 10 തലകൾ ശരീരത്തിലെ തലകളല്ല, അത് അവന്റെ മനസ്സിന്റെ 10 വശങ്ങളാണ്. 1. കാമം. അവന്റെ ആഗ്രഹങ്ങൾ അവനെ നിയന്ത്രിച്ചു. 2. ക്രോധം അവന്റെ ഏറ്റവും വലിയ ശത്രു. 3. ലോഭം. 4. മോഹം. 5. അഹങ്കാരം. 6. മായ. 7. അസൂയ. 8. ബുദ്ധി. 9. ജ്ഞാനം. 10. തപസ്. അതായത് രാവണൻ ഒരേ സമയം നല്ലതും ചീത്തയും ഇരുവരുമായിരുന്നു. നമ്മൾ ഓരോരുത്തരിലും ഒരു രാവണനുണ്ട്. 10 തലകൾ, 10 വികാരങ്ങൾ. നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു അതാണ് നമ്മളെ നിർവചിക്കുന്നത്. രാവണൻ പരാജയപ്പെട്ടത് അവന്റെ ശക്തി കൊണ്ടല്ല, അവന്റെ അഹങ്കാരം കൊണ്ടാണ്. രാവണൻ ഒരു വില്ലൻ മാത്രമല്ല, ഒരു പാഠമാണ്. 10 തലകൾ ഒരു ശാപമല്ല, ഒരു മുന്നറിയിപ്പാണ്. നമ്മളെ നിയന്ത്രിച്ചാൽ നമ്മൾ ദൈവം പോലും, അല്ലെങ്കിൽ രാവണനെ പോലെ. ഇതാണ് രാവണന്റെ 10 തലകളുടെ ശരിയായ അർത്ഥം. രാവണന്റെ തലകൾ ശരീരത്തിൽ കാണുന്ന തലകളല്ല, മറിച്ച് അവന്റെ മനസ്സിലെ ഓരോ വികാരങ്ങളാണ്. ഇതേപോലുള്ള വീഡിയോസും ഷോർട്സും കാണുന്നതിനായി മറക്കാതെ ക്ഷേത്ര രഹസ്യം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.